അകത്താരുമില്ലേ? ആര്? ടീച്ചറോ? രാത്രിയില് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടായിരുന്നില്ലല്ലോ. എന്താ ഇതൊക്കെ? താഴ്ന്ന ജാതിക്കാർക്കും കഴിക്കാവുന്ന കുറച്ച് ഇഡ്ഡലി, ചായ. എന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കില്ല. ഇത് കഴിക്കണമെങ്കിൽ എന്നും ഇത് കൊണ്ടുവന്ന് തരുമെന്ന് ഉറപ്പ് തരണം. അതെങ്ങനെ പറ്റും? താഴ്ന്ന ജാതിക്കാര് കഴിക്കുന്ന പാത്രങ്ങള് ഞങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ദിവസേന പുതിയതോരോന്ന് വാങ്ങിക്കേണ്ടി വരില്ലേ? അധികം ഊരാതെ. പിന്നെ ഞാനിപ്പോ താഴ്ന്ന ജാതിക്കാരൊന്നുമല്ല. താമസം നമ്പൂരി ഗ്രഹത്തില്, സഹവാസവും ഉയർന്ന ജാതിക്കാരുമായിട്ട്. സന്ദർഭത്തിന് ചോദിച്ചൊരു പഴഞ്ചൊല്ല് പറയട്ടെ. മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. ചൂടാറുന്നതിന് മുമ്പ് കഴിച്ചോളൂ. അതെ, പിന്നെ അല്ലേ വേണ്ട, ഞാൻ പിന്നെ പറയാം. എന്താ? ഒന്നുമില്ല. എന്ത് പറ്റി? അല്ല, ഞാനത് പറഞ്ഞ ചിലപ്പോ ദേവിക്ക്, അല്ല ടീച്ചർക്ക്. വിഷമിക്കണ്ട, ദേവിന്ന് വിളിച്ചാ മതി. ടീച്ചർ വിളി വല്ലാതെ ബോറായി തുടങ്ങിയിട്ടുണ്ട്. എനിക്കും തോന്നി. ആ ദാമോദരൻ മാഷോട് ദേഷ്യവും തോന്നരുതട്ടോ. എന്തിന്? മാഷ് പറയാ ഞാനിങ്ങോട്ട് താമസം മാറ്റിയത് എന്നും എപ്പോഴും ദേവിയെ കാണാൻ വേണ്ടിയാണ്. അത് പിന്നെ അത് വെറുതെ അങ്ങനെ തമാശ പറഞ്ഞതാ. അതിപ്പോ ഇവിടെ എന്നോട് പറഞ്ഞത് വെറുതെ ഒരു രസത്തിന്. ഇത്തരം കാര്യങ്ങൾ വെറുതെ ഒരു രസത്തിന് പറയാൻ പാടുണ്ടോ? മാഷക്കറിയാലോ, നിത്യവൃത്തിക്ക് തന്നെ വഴിയില്ലാതെ വിഷമിക്കുക ഞങ്ങള്. ദാമോദരൻ മാഷ് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞത് എന്നോട് ഇഷ്ടാണെന്ന് സൂചിപ്പിക്കാനല്ലേ? ഞാൻ വേണ്ട, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും വേണ്ട. മാഷിനൊരു നല്ല ഭാവിയുണ്ട്. എന്റെ ഭാവിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ദേവി പറഞ്ഞ ശരിയാ. എനിക്ക് ദേവിയെ ഇഷ്ടമാണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാ ദാമോദരൻ മാഷ് കൂട്ടുപിടിച്ചത്. ശരിക്കും ഇഷ്ടമായിട്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. വരും വരായികളെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. എന്തിനാ കരയുന്നേ? നശിച്ച കുളമ്പോണ്ട ഒരു കുടുംബത്തിലെ പെണ്ണാണ് ഞാൻ. നശിച്ചിട്ടില്ലാത്ത ദേവിയുടെ മനസ്സ് മാത്രമേ എനിക്ക് വേണ്ടൂ.